പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ്. പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമെന്ന് CPM. സംഭവത്തിൽ പ്രതിഷേധിച്ച CPMന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനവും സമ്മേളനവും നടന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡ് പിണറായിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമെന്ന് ആരോപണം CPM പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. ചേർത്തലയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചേർത്തല ഇരുമ്പുപാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ദേവീക്ഷേത്രത്തിന് വടക്കുവശത്ത് സമാപിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് AM ആരിഫ്, B വിനോദ്, P ഷാജിമോഹൻ, സാബു തുടങ്ങിയവർ സംസാരിച്ചു. പേപ്പടി കാണിച്ചാൽ ഉടനെ തന്നെ CPMകാരും ഇടതുപക്ഷക്കാരും എല്ലാം മടങ്ങിപ്പോകും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനെതിരായി ശക്തമായ സമരം, അതിശക്തമായ സമരം ഇനിയും കേരളത്തിൽ അലയടിച്ചുയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യുവന്മാരുടെ നെറികേടുകൾ നിയമപരമായി ഏത് നടപടി സ്വീകരിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിയമപരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം, അതായത് സുപ്രീം കോടതി പോലും അങ്ങേയറ്റം രൂപത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള, അതായത് പാർലമെന്റിൽ പലവട്ടം ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഷ്ട്രീയ എതിരാളികളെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മുടെ ഭരണകൂടത്തിന്റെ യന്ത്രമായി പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ പാർട്ടി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചു വളർന്ന പ്രസ്ഥാനമാണ് CPIM പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ കരുത്ത്, ശക്തി തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതുണ്ട്. 111 അസംബ്ലി സീറ്റിൽ തോറ്റിട്ടുണ്ട്. 111 അസംബ്ലി സീറ്റിൽ 977 തോറ്റിട്ടുണ്ട്. 20 പാർലമെന്റ് സീറ്റും തോറ്റിട്ടുണ്ട്. 111 അസംബ്ലി സീറ്റിലും 20 പാർലമെന്റ് സീറ്റിലും തോറ്റപ്പോൾ ഒലിച്ചുപോയി എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. പിന്നീട് 2004 എത്തിയപ്പോൾ 18 സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾക്ക് പോലും ഈ കേരളത്തിൽ ജയിക്കാനാവാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറ്റിയെടുത്തത് CPIMന്റെ നിലപാടുകളാണ്. ആ നിലപാടുകൾ ഇതുപോലെ നിരവധിയായ വെല്ലുവിളികളെ അതിജീവിച്ചാണ് അത്തരത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിൽ CPM തോറ്റുപോയോടുകൂടി അതിനെ ഇല്ലാതാക്കി കളയാം, അതിന്റെ ശവക്കുഴി താണ്ടാം എന്നാണ് കരുതുന്നതെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത്, പാരമ്പര്യം, ശക്തി ഇവിടുത്തെ CPMനുണ്ട്.